യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തേർഡിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ മുതൽ നമുക്ക് എന്താ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സോഷ്യോളജി. സോഷ്യോളജി ദ ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റസ് കോംറ്റെ. ഹു ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അഗസ്റ്റസ് കോംറ്റെ ആണ് നമ്മുടെ സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദെൻ സോഷ്യസ് എന്ന വേർഡ് ഡിറൈവ് ഫ്രം ഗ്രീക്ക് എന്ന രാജ്യത്ത് നിന്നാണ് നമുക്ക് ആ വേർഡ് സംഭാവനയായി കിട്ടിയത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ആന്ത്രോപോളജി. ഇനി നമ്മൾ നെക്സ്റ്റ് യൂണിറ്റ് തുടങ്ങുകയാണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി. ഓക്കെ, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി. സൈക്കോളജി എല്ലാവർക്കും അറിയാം, സൈക്കോളജി അതായത് മാനസിക ശാസ്ത്രം. സൈക്കോളജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് സോഷ്യോളജിയായിട്ട് റിലേറ്റഡ് ആവുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ദെൻ ഡെഫിനീഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഡെഫിനീഷൻ ഓഫ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി, സോഷ്യോളജി ആൻഡ് സൈക്കോളജി, ദ പോസിബിൾ ഇന്റർലിങ്ക്, ദെൻ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി, then definition of social psychology, then interdisciplinary approach to social psychology, then scope of social psychology. Scope of social psychology ആണ് very important one. Next, your sociological toolkit, sociological imagination, social norms and values, then culture, roles and status, and socialization or concept and methods of sociology, then middle range theories and symbolic internationalism. Okay, then social structure and personality, interactionism, group process and അങ്ങനെ കുറേ നിരവധി കാര്യങ്ങൾ ഇതിലെന്താണ് ഇൻക്ലൂഡഡ് ആണ്. അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് ഡിഫൈൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. ഡെഫിനീഷൻ ആണ്, ഡിഫൈൻ ചെയ്യാൻ സോഷ്യോളജി എന്താണ്, സൈക്കോളജി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ. ദെൻ എക്സ്പ്ലെയിൻ ദ മേജർ കൺസേൺസ് ഓഫ് സോഷ്യോളജി ആൻഡ് അതിന് മേജറായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ദെൻ ഡിസ്ക്രൈബ് വിശദീകരിക്കാൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. അതിൻ്റെ ആ റിലേഷൻഷിപ്പ് തമ്മിൽ എന്താണ് ആ റിലേഷൻഷിപ്പ് എന്നുള്ളത് വിശദീകരിക്കാനാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ഹൗ ടു കൺസെപ്റ്റ് ഓഫ് സോഷ്യോളജി ആൻഡ് അപ്ലൈഡ് together gave them a new discipline called sociological social groups and understand the impact of sociology in individual relationship. സോഷ്യോളജി എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതും അത് സൈക്കോളജി ആയിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്, കണക്റ്റ് ആണ് എന്നാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡ് ടു കൺസെപ്റ്റ് ഓഫ് മെത്തേഡ് ഓഫ് സോഷ്യോളജി യൂസ്ഡ് ഇൻ സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി പ്രകാരം സോഷ്യോളജിയിലേക്ക് എങ്ങനെയാണ് നമുക്കത് കൂടുതൽ ഊന്നൽ നൽകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഘടകമായി മാറുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓരോ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നോട്ട് എഴുതുകയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയാം സൈക്കോളജി ആൻഡ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി. ഓക്കെ, ദ പോസിബിൾ ഇന്റർലിങ്ക്. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്, മീൻസ് ഇത് രണ്ടും എന്താണ്, രണ്ടും തമ്മിൽ ഒരു ഇണങ്ങി ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ കൂടി ചേർന്നിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി. Then a term sociology was coined by Augustus Comte. ഇതിൽ തന്നെ നേരത്തെ തേർഡ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളുടെ ഇന്റർ കണക്റ്റഡ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, psychology was coined by Augustus Comte, who is called the father of sociology. Okay, then sociology is concerned with the study of human relationship. Sociology the study of human relationship and the society. It is believed that relationship develop when individuals come in close to contact with other and interaction take place between them. ഓക്കെ, അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കണക്ഷൻസും റിലേഷൻഷിപ്പും എല്ലാം ഇൻക്ലൂഡഡ് ചെയ്തതാണ് സോഷ്യോളജി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സോഷ്യോളജി എങ്ങനെയാണ് സൈക്കോളജിയിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം.
നമുക്കറിയാം ദ ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റസ് കോംറ്റെ ആണ്. നമ്മൾ മിസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയും നോട്ട് ചെയ്ത് വെക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മിസ് റിപ്പീറ്റ് ചെയ്യുന്നത്, അത് എവിടെയും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, it is believed that relationship develop when individuals come in close contact with other and interaction take place between them. ഇവർ തമ്മിൽ, അതായത് ഇൻഡിവിജ്വൽ സൊസൈറ്റിയിലെ വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുന്നു. നമുക്കറിയാം ഇൻഡിവിജ്വൽസ്, ഒരു സൊസൈറ്റിയിൽ ധാരാളം ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഈ ഇൻഡിവിജ്വൽസ് എല്ലാം അടങ്ങുന്ന ഒരു കൂട്ടമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ആ ഒരു ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് സൈക്കോളജിയിലേക്ക് നമ്മൾ വേറൊരു ടേമിലേക്ക് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സോഷ്യോളജി എന്ന സൊസൈറ്റിയാണ്, സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷനാണ് എന്തിലേക്ക് പോകുന്നത്, സൈക്കോളജിയിലേക്ക് പോകുന്നത്. ഓക്കെ, ഒരു മാനസിക ബന്ധം എന്നൊക്കെ പറയും, അതാണ് സൈക്കോളജിയിലേക്ക് പോകുന്നത്. നമ്മുടെ വിഷയം, നമ്മളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, സൈക്കോളജി ആൻഡ് സോഷ്യോളജി, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൈക്കോളജി ആൻഡ് സോഷ്യോളജി. ഇറ്റ് ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റസ് കോംറ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സൊസൈറ്റിയിലുള്ള ആളുകൾ തമ്മിൽ എപ്പോഴും റിലേഷൻഷിപ്പ് വേണമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സൈക്കോളജിയിലേക്ക് പോകുന്നത് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽസും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം ആണ് എന്തായി മാറുന്നത്, സൈക്കോളജിയിലേക്കും നമ്മുടെ സോഷ്യോളജിയെ കൊണ്ടുപോകുന്നത്. ഓക്കെ, then one of the founding father of sociology of Augustus Comte divided in the subject matter of sociology into the study of social static and social dynamic. Okay, it was concerned with the study of how the parts of society interrelated. അതായത് നമ്മുടെ സൊസൈറ്റി ഏതൊക്കെ വിഭാഗങ്ങളുമായി ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഒരു കൂട്ടം ആളുകൾ പല ക്യാരക്ടറായിട്ടുള്ള പല കൂട്ടം ആളുകൾ താമസിക്കുന്നതാണ് നമ്മുടെ സൊസൈറ്റി. അതെങ്ങനെയാണ് ഇന്റർ റിലേറ്റഡ് ആവുന്നത് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, ദെൻ അക്കോർഡിംഗ് ടു എമിലി ഹീസ് എ ഫിലോസഫർ. ഓക്കെ, സോഷ്യോളജിസ്റ്റ് ആണ് എമിലി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ സോഷ്യോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അക്കോർഡിംഗ് ടു എമിലി ദ എമിലി ദുർക്കിം, എമിലിൻ്റെ ഫുൾ നെയിം എമിലി ദുർക്കിം എന്നാണ്. എമിലി ദുർക്കിം, സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്സ്. ഓക്കെ, സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എമിലി ദുർക്കിം, രണ്ടാളുകളുടെ പേര് നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, അഗസ്റ്റസ് കോംറ്റെ, നെക്സ്റ്റ് എമിലി ദുർക്കിം. എമിലി ദുർക്കിം പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ഇൻ സോഷ്യൽ ഫാക്ട്സ്, പല സാമൂഹിക സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് സോഷ്യോളജി എന്നാണ് അദ്ദേഹം പറയുന്നത്. സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് എവറി ആസ്പെക്ട്സ് ഓഫ് ദ സൊസൈറ്റി, എവറി ഗ്രൂപ്പ്, പല ഗ്രൂപ്പുകൾ സൊസൈറ്റിയിലുണ്ടാവും, പല അതായത് ഓരോ ഗ്രൂപ്പിനും ഒരു ഇൻകം ഉണ്ടാവും. ഇൻകത്തിൻ്റെ ബേസിസിലാണ് ഓരോ ഗ്രൂപ്പിനും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഫോർ എക്സാമ്പിൾ കാർപ്പൻറ്റേഴ്സ് ആൻഡ് പിന്നെ എന്താ പറയുക, ലോഹത്തിൻ്റെ ജോലി എടുക്കുന്നവർ ഉണ്ടാവും, മരപ്പണിക്കാരുണ്ടാവും, ദെൻ വീട് നോക്കുന്ന കോൺട്രാക്ടർ വർക്ക്സ് ഉണ്ടാവും, ബിൽഡിങ്സിൻ്റെ വർക്ക് നോക്കുന്ന ജോലിക്കാരുണ്ടാവും, ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ടാവും, ദെൻ സൊസൈറ്റിയിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, പ്രൊഫഷണൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, ദെൻ ഡോക്ടേഴ്സ്, ദെൻ എൻജിനീയേഴ്സ്, ദെൻ പല വിഭാഗം ആളുകളും താമസിക്കുന്ന ഒരു പ്ലേസ് നമ്മളിന്ന് സൊസൈറ്റി എന്ന് പറയുന്നത്. ദെൻ ദ സ്കോപ്പ് ഓഫ് സൊസൈറ്റി, the scope of sociology is very wide ranging from the analysis of everybody interaction between individuals on the street, the investigation and comparison of societies across the globe. ഓക്കെ, അപ്പോൾ ലോകത്തിൽ, അപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ലോകത്തെ ബേസ് ചെയ്ത്, അതായത് നമ്മുടെ വേൾഡിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് സൊസൈറ്റി ഒരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്നാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, then psychology. What is psychology? And the term psychology is derived from two Greek words, psyche means soul of breathe, breathe means നമ്മുടെ നിശ്വാസം, സോൾ, ആത്മാവിൻ്റെ നിശ്വാസം എന്നാണ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് സൈക്കോളജി എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. ലോഗോസ് മീൻസ് നോളജ് ഓർ സ്റ്റഡി. ഓക്കെ, സൈക്കോളജി, ലോഗോ, LOGO, ലോഗോ. ഓക്കെ, ലോഗോസ് മീൻസ് നോളജ് ഓർ സ്റ്റഡി, അറിവ് അല്ലെങ്കിൽ പഠനം എന്നാണ് സൈക്കോളജി എന്ന വേർഡിൻ്റെ. ലോഗോ എന്ന വേർഡിൻ്റെ അർത്ഥം ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക്. അത് മറന്നു പോയത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, initially psychology was defined by science of
consciousness. Okay, in the simple words we can define psychology as the systematic study of human behavior and experience. Systematically നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ we can define psychology as the systematic study of human behavior and experience. Human behavior and experience. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ, അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും മൂവ്മെൻറ്റ്, ദെൻ തിങ്കിങ്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഭൗതികപരമായിട്ട് അദ്ദേഹം ചിന്തിക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ജീവിക്കുന്ന ചുറ്റുപാട്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതി, ബിഹേവിയറിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി അല്ലെങ്കിൽ കൂടിച്ചേർന്നാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വി ക്യാൻ ഡിഫൈൻ സൈക്കോളജി ആസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. അതായത് എക്സ്പീരിയൻസ് മീൻസ് അനുഭവങ്ങളും എല്ലാം കൂടി ഒത്തിണങ്ങിയതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ബാരൺ 1990 ബാരൺ എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കൊഗ്നിറ്റീവ് പ്രോസസ്സസ്. ഓക്കെ, കൊഗ്നിറ്റീവ് പ്രോസസ്സ്, കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭൗതിക ചിന്തകളിലുണ്ടാകുന്ന വികസനവും പിന്നെന്താ സൈക്കോളജി ദ സയൻസ് ഓഫ് ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റ ശാസ്ത്രം എന്നൊക്കെ പറയും. നമ്മുടെ പെരുമാറ്റ രീതികളും ഭൗതിക ചിന്തയിലുണ്ടാകുന്ന വികസനവും ഒക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സൈക്കോളജി രൂപപ്പെട്ടത് എന്നാണ് നമ്മുടെ ആര് പറയുന്നത്, ടു ബാരൺ. ഷീ ഈസ് എ ഫേമസ് സൈക്കോളജിസ്റ്റ്. നിങ്ങളെല്ലാം അടയാളപ്പെടുത്തി. അഗസ്റ്റസ് കോംറ്റെ പറഞ്ഞത് ഫാദർ ഓഫ് സോഷ്യോളജി. നെക്സ്റ്റ് നമ്മൾ എമിലി ദുർക്കീമിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു റിലേഷൻഷിപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻഡിവിജ്വൽ വ്യക്തികൾ അടങ്ങിയ സമൂഹത്തിലെ റിലേഷൻഷിപ്പ് കൊണ്ടാണ് സോഷ്യോളജി സൈക്കോളജിയിലേക്ക് മാറിയതെന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ എമിലി ദുർക്കി പറഞ്ഞത്. നെക്സ്റ്റ്